ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റർ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരാനും സേവ് ടോക്സ് _107 എന്ന നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. അർജൻറ്റീന ക്യാമ്പ് അവിടെ മക്കളെ മാച്ചിന് പോകുന്നതിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹണിമൂണൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഇങ്ങനെ തേങ്ങ പറയുന്ന ഹണിമൂൺ എന്നൊക്കെ എന്തോടാ പറഞ്ഞ ഒന്നല്ല വച്ചേ പറഞ്ഞോ. എന്ന് വെച്ചാൽ നീയൊക്കെ ആസ്വദിക്കുന്ന ഈ സമയമൊക്കെ കഴിഞ്ഞു. ഇനി മര്യാദയ്ക്ക് കളിച്ചില്ലേ പുറത്താണ്. 55 പേരുടെ ഒരു ലിസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കളിച്ചില്ല. അതിൽ നിന്നൊക്കെ ചിലപ്പോൾ നീയൊക്കെ പുറത്തു പോകും. എക്സെപ്റ്റ് മെസ്സി. അതിൻ്റെ മെസ്സിക്ക് അത്ര ഒരു പരിഗണന. മോനെ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടോ അവനെ പറയാൻ? അവൻ എല്ലാവരും കാണാമായിരുന്നു. ഇപ്പം നീയൊക്കെ കടന്ന് അനുഭവിച്ചേനെ. അതിപ്പം അറിയാതെ പറഞ്ഞ അറിയാതെ വേണ്ടി ക്ഷമിച്ചു വിട്ടിരിക്കുന്നു ഞാൻ. പിന്നെ ഇപ്പോളെ നിൻ്റെ അടുത്താണ് പ്രത്യേകിച്ച്. നീ മര്യാദയ്ക്ക് കളിച്ചില്ലേ നിൻ്റെ കളിയൊന്നും ഇപ്പം മര്യാദയ്ക്കല്ല. മര്യാദയ്ക്ക് കളിച്ചില്ലേ നീയൊക്കെ പുറത്താണ്. എടാ ഓട്ടോമാറ്റി എന്താ ഇപ്പോളെ ഞാനിപ്പോൾ ഭയങ്കര സീനായിട്ട് വരുന്നുണ്ടല്ലേ. അതിൽ മാച്ചിന് ഇറങ്ങ ആഫ്റ്റർ ദ മാച്ച്. ഓട്ടോമാറ്റി എന്താ വച്ചേ? എടാ ഞാൻ പറഞ്ഞില്ലേ മെസ്സിയെ നീ എന്താ അങ്ങനെ പരിഗണനയെന്നൊക്കെ നീ ചോദിച്ചില്ലേ. ഇതാണ് അത്രയും പരിഗണന വരാൻ അതുകൊണ്ടാണ് കാരണം. അപ്പം നിന്നത് ആ പെനാൽറ്റി എടുക്കാൻ അവൻ വിളിച്ചില്ല. അവന് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അവൻ നല്ലൊരു ക്യാപ്റ്റൻ മാത്രമല്ല, അവൻ നല്ലൊരു മനുഷ്യനും കൂടെ. അതുകൊണ്ടാണ്. മനസ്സിലാച്ചേ. ബ്രസീലിയൻ ക്യാമ്പ് സാറേ മുട്ടം വിറ്റ് എന്തോടാ? അതെ, നമ്മുടെ ടീം ഡോക്ടർ റിസൈൻ ചെയ്യാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. അതെറ്റി എന്തു വെച്ചാൽ ഓവർ ടൈം പണിയെടുക്കുന്നെന്ന് അങ്ങേര് പറയുന്നുണ്ട്. എനിക്ക് വയ്യ ഓവർ ടൈം പണിയെടുക്കാനെന്ന്. പിന്നെ അങ്ങനെ പറയുന്നതിലും കാര്യമില്ല. ആരൊക്കെ? എഡർ മിലിറ്റാവോ, ബ്രൂണോ ഗൊമേറസ്, ഗബ്രിയൽ മെക്കലിസ്, ആരൊക്കെയാടാ? എൻ്റെ കീ 8 പ്ലേയേഴ്സാണ് ഇപ്പോൾ പുറത്തിരിക്കുന്ന. എനിക്കും പറയാൻ ഒരുപാടുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. ഇപ്പം അതാ നെയ്മർ എന്ന് പറഞ്ഞ ഒരുത്തരം എടുത്തില്ല എന്നും പറഞ്ഞ് എല്ലാം കൂടി നിൽക്കുക. അതേതാ മുതലെന്ന് സാറിന് അറിയാവോ? ബ്രസീലിനെ ഒറ്റയ്ക്ക് കൈ പിടിച്ചുകൊണ്ട് നടന്നവനാ. അവനാ എടുത്തില്ലെങ്കിൽ അവന് പരിക്കിൻ്റെ അങ്ങേ അറ്റമല്ലേ. ഇപ്പം നിർഭാഗ്യം എന്ന് പറഞ്ഞ സാധനം കിളി പോയിട്ട് അവൻ്റെ പിന്നാലെയാണ് ഇപ്പം ചുറ്റും നിൽക്കുന്നത്. പിന്നെ എനിക്കങ്ങനെ എടുക്കാൻ പറ്റും? പറയുന്നതിലും പിന്നെ കാര്യമുണ്ട്. പോർച്ചുഗൽ ക്യാമ്പ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് നെയ്മർ കോൾ. എടാ ഞാനിപ്പോൾ പോർച്ചുഗൽ ക്യാമ്പില. എന്താണ് ഞാനിപ്പോൾ ചുമ്മാ പിള്ളേരോടൊന്ന് കളി കാണാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഉമ്മാര് ഇപ്പോൾ ജാവോ ഫ്ലിക്സ് ഒക്കെ പൊളിക്കുന്നുണ്ട്. നടക്കട്ടെ. പിന്നെ പരിക്കൊക്കെ എങ്ങനെ പോകുന്നു? അത് ഫത്തലും എൻ്റെ പൊന്ന് നെയ്മറേ ഇവിടെ പരിക്കെന്ന് ചോദിച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടാ. ഇപ്പം 3-4 ഗോളൊക്കെ അടിച്ച് ഇൻ്റർനാഷണൽ റെക്കോർഡ് തിരുത്തായിരുന്നു. നാണുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം? ഇവിടെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അപ്പോഴാ അങ്ങേരെ ഓടിക്കാത്തൊരു നാനുണ്ടോ? എടോ 41 വയസ്സായടോ. ഇച്ചിരി പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കണോ? എടാ നെയ്മർ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? മെസ്സി ഇപ്പം നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ. അത് കളിക്കട്ടെണ്ണ, കാരണം അവൻ അത്രയും അനുഭവിച്ചല്ലേ. ഓക്കെ നമുക്ക് പൊളിക്കണം. നമുക്ക് പൊളിക്കാം. അതെ, ഞാനിതൊന്ന് ഈ ഐസൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ. ഇറ്റാലിയൻ ക്യാമ്പ്. ഹലോ. ഞങ്ങൾ ആരെന്നറിയാവോ? അറിഞ്ഞൂടാ. ഇറ്റലിയിൽ നിന്ന് കയറിയിട്ടുണ്ടോ? ഇല്ല, ചിലിയിൽ നിന്ന് കയറിയിട്ടുണ്ട്. നീയൊക്കെ ഇന്ന് കേൾക്കും. നീയൊക്കെ പെടുക്കുന്നിന്ന്. എടാ 4 വേൾഡ് കപ്പ് ബ്രസീൽ കഴിഞ്ഞാൽ ഇറ്റലിയും ജർമ്മനിയാണ് 4 വേൾഡ് കപ്പ് അടിച്ചിരിക്കുന്നത് കേട്ടറാ. നീയൊക്കെ ഇന്ന് വിറയ്ക്കൂടാ. നമുക്ക് കാണാടോ. നമുക്ക് കാണാം ആഫ്റ്റർ മാച്ച്. ഹലോ. നേരത്തെ എന്തൊക്കെയാ പറയുന്ന കേട്ട്, അസൂരിപ്പടയെന്നോ പാണ്ടിപ്പടയെന്നോ എന്നൊക്കെ. എന്തായാലും ഞാൻ ടിഷ്യൂ വാങ്ങിച്ചു തരാം. എന്തോത്തിന്? അതല്ല 4 വേൾഡ് കപ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞ. അപ്പോൾ ഒന്ന് തുടച്ചിരിക്കും. ഇനി അതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഒരു തീപ്പെട്ടിയും കൂടെ തരാവേ. എന്തോത്തിനാ? അല്ല എന്തായാലും ഇനി ആ ലെഗസി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേർ ചിലപ്പം എടുത്ത് ഏറിക്കയറ്റും. നിങ്ങളെന്തായാലും ഒരു കാര്യം ചെയ്യും. ആ ലെഗസിയൊക്കെ എടുത്ത് ചുട്ടരിച്ചേക്ക്. പോളാ പട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ എടുത്തുന്നു. മറ്റു വീഡിയോ ബൈ.